യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, പ്രഭാതത്തിൽ തന്നെ ഉണരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഒരു ദിവസമായി നമ്മുടെ ജീവിതത്തിൽ മാറണം. ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ ദൈവത്തിൻ്റെ ഒരു ചേർത്ത് വെക്കുന്ന അനുഭവം നമുക്കിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു പറ്റിയ വചനമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലൂടെ അച്ഛൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യം. വചനം ഇപ്രകാരമാണ്: നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, തമ്പുരാൻ അവൻ്റെ കരുതലാ ഒരു വചനമാണ് പങ്കുവയ്ക്കുന്നത്. അതായത് എൻ്റെ തലയിലെ മുടികൾ എല്ലാം കർത്താവ് എണ്ണിയിട്ടുണ്ട്. അതിലുപരിയായി ഒരു മുടി വീണാൽ ദൈവം അറിയും. അതർത്ഥമാക്കുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഴമേറിയതും സമഗ്രമായ അറിവും കരുതലുമുണ്ട്. ദൈവത്തിനെല്ലാം അറിയാം. ദൈവത്തിന് നമ്മുടെ വലിയ കരുതലുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിന്റെ തലയിലെ മുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഇനി വീണ്ടും കർത്താവ് പറയുക, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, മറിച്ച്, അതാണ് പ്രത്യേകത, ദൈവിക പരിപാലനയിലുള്ള വിശ്വാസം ദൈവം നമുക്ക് തരിക. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. ഓർക്ക പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ മുമ്പാകെ വലിയ വിലയുള്ളവരാണ് നാം എന്ന് കർത്താവ് പറയുക. അവിടെ കർത്താവ് പറയുന്നത് 2 നാണയത്തിന് 5 കുരുവികളെ കിട്ടും. പക്ഷേ എത്രയോ വിലയുള്ളവരാണ്. എന്നിട്ട് ആ കുരുവികളെ പോലും കർത്താവ് കാത്തു പരിപാലിക്കുന്നുവെങ്കിൽ നമ്മയൊക്കെ എത്രമാത്രം ചേർത്ത് വയ്ക്കില്ലേ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക. ഒരു മുടി വീഴുന്ന പോലും കർത്താവ് അറിയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയും. അറിയുക മാത്രമൊന്നുമല്ല, നമ്മെ കർത്താവ് ചേർത്ത് വെച്ച് നമ്മെ സ്നേഹിക്കും, അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹം. ദൈവം എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് അങ്ങ് അകലെ ഇരിക്കുന്ന എന്നെ സൃഷ്ടിച്ച ദൈവം അല്ലാന്നേ, മറിച്ച് ലവിങ് സസ്റ്റൈനർ എന്ന് പറയുന്നത് സ്നേഹത്തോടു കൂടി എന്നെ പരിപാലിക്കുന്ന ദൈവം. ആ ദൈവം ക്ലോസ് ആയിട്ട് ഇൻറ്റിമേറ്റ്ലി എന്നെ സ്നേഹിക്കുന്ന പറയുന്നത്, എന്നെ മനസ്സിലാക്കുന്ന പറയുന്നത്, ഒപ്പം തന്നെ എനിക്ക് വേണ്ടതായ എല്ലാം തന്ന് കർത്താവ് അനുഗ്രഹിക്കും എന്ന് കർത്താവ് പറയുകയാണ്. അതുപോലെ തന്നെ കർത്താവ് പറയുക, നീ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട, നിന്നെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം നിൻ്റെ ശരീരത്തെ മതി, മാക്സിമം നിൻ്റെ ശരീരത്തെ കൊല്ലാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പറയാണ്, ദൈവത്തെ മാത്രം നീ ഭയപ്പെട്ടാൽ മതി. മനുഷ്യർ ഭയപ്പെടേണ്ട. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു പേടിയല്ല, മറിച്ച് അല്ലെങ്കിൽ റെവറൻസ്, ഒരു പ്രത്യേക തരത്തിലൊരു ഫീലിംഗ്. അത് കർത്താവിൻ്റെ വേണം. അത് കർത്താവിന് മാത്രം മതി. ആ കർത്താവ് നമ്മെ കാത്തു പരിപാലിക്കും, ചേർത്ത് വയ്ക്കുന്ന കർത്താവ് പറയുന്നത്. എങ്കിൽ പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ ആ വിളിയിൽ ഒരു കംഫർട്ട്, ഒരു തൃപ്തി, അതായത് നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒന്നായി മാറുകയും ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യണം. നമ്മുടെ കഴിവിലും ശക്തിയിലൊന്നും നമ്മൾ ആശ്രയിക്കരുത്. അടിസ്ഥാനപരമായ ഒരു സംരക്ഷണം, സ്നേഹം, കരുതൽ കർത്താവ് നമുക്ക് തരും. ഒപ്പം ദൈവത്തിന് എന്നെ അറിയാം, എൻ്റെ ആവശ്യങ്ങളറിയാം, എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലയും ദൈവം തിരിച്ചറിയുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ വലിയ കരുതൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. എന്നെ അത്രമാത്രം ചേർത്ത് വയ്ക്കുന്നു. ഞാൻ വലിയ വിലയുള്ള വ്യക്തിയാണെന്ന് അറിയിക്കാൻ വേണ്ടി 2 നാണയത്തിന് 5 കുരുവികളെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെയാണോ നിന്നെ തമ്പുരാൻ ചോദിക്കുക? അത്ര വിലയുള്ള വ്യക്തിയാണ് ദൈവസന്നിധി. നമുക്ക് തന്നെ തോന്നും നമ്മൾ വിലയില്ലാത്ത വ്യക്തിയാണെന്ന്. മറ്റുള്ളവർ നമ്മളെ താത്തിക്കെട്ടി പറയുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടാന്നേ. ആരെന്ത് പറഞ്ഞാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ
ആരിലേക്കാൾ അപ്പുറമായിട്ടും എന്നെ മുഴുവനുമായി അറിയുന്ന കർത്താവാണെങ്കിൽ ആ കർത്താവിന് ചേർന്ന് നിൽക്കുവാനും ആ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനും നിയോഗങ്ങൾ പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, തമ്പുരാൻ്റെ കാരുണ്യം, തമ്പുരാൻ്റെ കരുതൽ, ചേർത്ത് വയ്ക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം എല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഇന്ന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മുടെ കഴിവിനെക്കുറിച്ചോ ഒന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം വാഗ്ദത്ത കൂടാരത്തേക്ക് സമർപ്പിച്ചു. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. നിങ്ങൾ സമർപ്പിച്ച സർവ്വ നിയോഗങ്ങളും അച്ഛൻ അൾത്താരയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം എല്ലാം കാത്തോളും. അച്ഛൻ ഈശ്വരാശ്വാസം തരാം. കർത്താവായ ദൈവമേ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ. ഈ വചനം സേവിച്ച മക്കളെ നീ ചേർത്ത് വെക്കണമേ. ഇവർ ആർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുന്നോ, ആരൊക്കെ പിന്നീട് വായിക്കുന്നോ, ആ മക്കളും അനുഗ്രഹം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.